ശാലിനി ഐ ലവ് യു എന്ന് പറയുമ്പോൾ വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോ ഐ ലവ് യു എന്ന് സമ്മതിച്ചോ? അപ്പോൾ നമ്മൾക്കിനി ഒരു പാട്ട് പാടിയാലോ? ശാലിനിയുടെ കയ്യിൽ നിന്നും സാരി വാങ്ങി മുകളിലേക്ക് എറിഞ്ഞ ശേഷം ശാലിനിയുടെ കൈയും പിടിച്ചുകൊണ്ട് കുടുംബശ്രീ ഹോട്ടലിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് വിഷ്ണു. അതിനുശേഷം ശാലിനിയെ പിടിച്ചു വട്ടം ചുറ്റി ഒരു പാട്ട് സീനാണ് കാണിക്കുന്നത്. അന്നേരം വിഷ്ണുവിനെ വന്ന് തട്ടുകയാണ് കമലൻ. അതെല്ലാം വിഷ്ണു ആലോചിച്ചതായിരുന്നു. നിനക്കെന്താ വേണ്ടതെന്ന് വിഷ്ണു ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ കമലൻ പറയുകയാണ്, എനിക്കൊന്നും വേണ്ട. ആശാൻ ഇതുമായിട്ട് ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ച് നിൽക്കുവാണോ? സോങ് ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി അകത്ത് കയറി ഏട്ടത്തിയമ്മയെ നോക്കാമായിരുന്നു. ഗിഫ്റ്റ് കൊടുക്കണ്ടേ നമുക്ക്? അന്നേരം വിഷ്ണു ആലോചിക്കുകയാണ്, അത് ശരിയാണല്ലോ. നീ വാ എന്നും പറഞ്ഞ് കമലനെയും കൂട്ടി അകത്തേക്ക് കയറുകയാണ് വിഷ്ണു. അവരോട് രാജി വന്ന് ചോദിക്കുകയാണ്, എന്താ വേണ്ടത്? വേറേതോ ലോകത്തിൽ എന്ന പോലെ വിഷ്ണു പറയുകയാണ് ശാലിനിയെ. അന്നേരം രാജിനെ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് പരിസരം ഓർമ്മ വന്ന പോലെ വിഷ്ണു പറയുകയാണ്, 2 ചായ. അതിനുശേഷം വിഷ്ണു രാജിയോട് ചോദിക്കുകയാണ്, അതെ ശാരദാമ്മ ഇല്ലേ ഇവിടെ? ഊണ് റെഡിയാക്കുവാണ്. അതിശയത്തോടു കൂടി വിഷ്ണു ചോദിക്കുകയാണ്, ഊണ് റെഡിയായോ? എങ്കിൽ പിന്നെ ചായ വേണ്ട, ഊണ് കഴിക്കാം. അല്പനേരം വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. രാജി പറയുകയാണ്, അല്പനേരമല്ല, ഊണ് വിളമ്പാനായി കുറച്ച് സമയം എടുക്കും. ശാരദാമ്മ അവിടെ അരി വാർക്കുന്നതേ ഉള്ളൂ. സമയമെടുത്തോട്ടെ, അരി വാർത്ത് കറിയായി പതുക്കെ മതി. അതുവരെ 2 ചായ കുടിക്കാം. ചേച്ചി പോയിട്ട് 2 ചായ കൊണ്ടുവാ. ചുറ്റുമൊക്കെ നോക്കിയിട്ട് കമലൻ പറയുകയാണ്, ആശാനെ ഏട്ടത്തിയമ്മ എവിടെയെങ്ങും കാണുന്നില്ലല്ലോ. അത് കേട്ട് വിഷ്ണു പറയുകയാണ്, അതല്ലേടാ ഞാൻ ഈ നമ്പർ ഇട്ടത്. അല്പം വെയിറ്റ് ചെയ്താൽ മതി, ശാലിനി എത്തിക്കോളും. നന്നായിട്ടൊരു പ്രേമം ഉണ്ടാകണമെങ്കിലേ ഒത്തിരി ക്ഷമയൊക്കെ വേണം. കമലൻ ചോദിക്കുകയാണ്, ചേടാ ഇതിപ്പോ എന്നോട് പറയുന്നത് എന്തിനാ? സ്വയം പറഞ്ഞാൽ പോരെ? സ്വയം പറഞ്ഞത് തന്നെയാടാ, ഒന്ന് ക്ഷമിച്ചു കളയടാ. അതിനുശേഷം രാജി ശാരികയുടെ കയ്യിൽ ചായ കൊടുത്തു വിടുകയാണ് വിഷ്ണുവിനും കമലനും വേണ്ടി. ചായ കൊണ്ടുവച്ചിട്ട് തിരിഞ്ഞു പോകുന്ന ശാരികയോട് വിഷ്ണു ചോദിക്കുകയാണ്, അതെ ഇവിടെ മറ്റുള്ളവരെ ഒന്നും കണ്ടില്ലല്ലോ. മറ്റുള്ളവർ ആരെയാ? അത് അനിയത്തിമാരെ എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് ശാരിക പറയുകയാണ്, ഒരാൾ കോളേജിൽ പോയി, ശ്യാമ. ശാലിനി കോയമ്പത്തൂർക്ക് പോയിരിക്കുകയാണ്, IAS കോച്ചിങ്ങിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. അത് കേട്ട് ആകെ മുഖം പാടുകയാണ് വിഷ്ണുവിൻ്റെത്. പെട്ടെന്ന് ശാരദാമ്മ അകത്തു നിന്നും ആ എന്ന് നിലവിളിക്കുകയാണ്. ശാരദാമ്മയുടെ കാലിൽ കൂടി ചൂട് ചോറും വെള്ളവും എല്ലാം കൂടി വീണു. ആ ശബ്ദം കേട്ട് രാജിയും ശാന്തയും ഒക്കെ അടുക്കളയിലേക്ക് ഓടുകയാണ്. അകത്തു നിന്നും ശാന്ത ഓടി വന്ന് ശാരികയോട് പറയുകയാണ്, അരി വാർത്തുകൊണ്ടിരുന്നപ്പോൾ ശാരദാമ്മയുടെ കയ്യിൽ നിന്നും തെന്നി വീണു. തിളച്ച വെള്ളം വീണ് കാല് പൊള്ളി എന്നാണ് തോന്നുന്നത്. അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ശാരിക അകത്തേക്ക് ഓടുകയാണ്. കൂടെ കമലിനെ വിളിച്ചുകൊണ്ട് വിഷ്ണുവും പറയുകയാണ്, വാടാ നമുക്കും പോയി നോക്കാം. ശാരിക കിടന്ന് കരയുകയാണ്, അയ്യോ എന്തു പറ്റി അമ്മേ? കാല് മൊത്തം പൊള്ളിയല്ലോ. ശാരികയോട് ശാരദാമ്മ പറയുകയാണ്, തൊടല്ലേട്, നീ കുറച്ച് പച്ചവെള്ളം ഇങ്ങെടുത്തേ, അതൊഴിച്ചാൽ എല്ലാം ശരിയാകും. അത് കണ്ടുകൊണ്ട് നിന്ന് വിഷ്ണു പറയുകയാണ്, അതെ അതൊക്കെ പഴയ ഏർപ്പാടാണ്. ശാരദാമ്മ വന്നേ, നമുക്ക് ആശുപത്രിയിൽ പോകാം. ആശുപത്രിയിലോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അതെ ഇത് ഇപ്പോൾ തന്നെ പോയി കാണിക്കുന്നത് നല്ലതാണ്. ഒരു വല്ല ബെറ്റാഡിനോ ബെർണോളിനോ വെച്ച് ശരിയായിട്ട് ചികിത്സിക്കാം. എന്റെ വണ്ടിയുണ്ടെന്ന് പറയുമ്പോൾ ശങ്കരേട്ടനും പറയുകയാണ്, അത് ശരിയാണ്, എങ്കിൽ പിന്നെ ശാരദാമ്മ ആശുപത്രിയിലോട്ട് ചെല്ലുക. പക്ഷേ എന്ന് പറയുമ്പോൾ ശാരിക പറയുകയാണ്, ഒരു പക്ഷേയുമില്ല, അമ്മ അങ്ങോട്ട് എണീറ്റേ, നമുക്ക് ആശുപത്രിയിൽ പോകാം. വിഷ്ണു കമലിനോട് പറയുകയാണ്, എടാ നീ പോയി വണ്ടി എടുക്ക. ശാരദാമ്മയുടെ കൂടെ ശാരികയും വണ്ടിയിൽ കയറുകയാണ്. ശാരദാമ്മ പറയുകയാണ്, എല്ലാവരും കൂടി വരണ്ട, കടയിൽ ആളില്ലല്ലോ. അതിനുശേഷം വിഷ്ണു വണ്ടിയെടുത്ത് ശാരദാമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിലേക്ക് കാറിൽ വരുന്ന രാജേശ്വരിയാണ്. മുറ്റത്തെ വണ്ടി നിർത്തുകയാണ്. ബാലചന്ദ്രൻ പറയുകയാണ്, ഇതാണ് സത്യാമ്മയുടെ വീട്. വീട് നോക്കിയ ശേഷം രാജേശ്വരി പറയുകയാണ്, ഇതൊരുമാതിരി തമ്പ്രാക്കന്മാരുടെ വീട് പോലെ ഉണ്ടല്ലോടാ. വീട് മാത്രമല്ല, ആ സ്ത്രീ സ്വയം വിചാരിക്കുന്നത് ഒരു തമ്പുരാട്ടിയാണെന്നാണ്. വെട്ടൊന്ന് തുണ്ട് രണ്ടെന്നാണ് സ്വഭാവം. രാജേശ്വരി പറയുകയാണ്, ആ തുണ്ടൊക്കെ തുന്നിക്കെട്ടി ഞാനിന്ന് ഒന്നാക്കുമെടാ. ചിലതൊക്കെ മനസ്സിൽ സങ്കല്പിച്ച് തന്നെയാണ് ഞാൻ ഈ വീട് അന്വേഷിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. നീ അകത്തിരുന്നാൽ മതി, ഇത് ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തോളാം. അത്രയും പറഞ്ഞ് വണ്ടിയിൽ നിന്നും ഇറങ്ങുകയാണ് രാജേശ്വരി. ബാലചന്ദ്രനും ഇറങ്ങിയ ശേഷം, ചേച്ചിക്ക് ഇത് ഉറപ്പാണല്ലോ അല്ലേ? ഒരു സംശയവുമില്ല. ദൈവമായിട്ട് നമ്മുടെ കയ്യിൽ ഒരു ആയുധം തന്നിട്ട് അത് ഉപയോഗിച്ചില്ലെങ്കിൽ മണ്ടത്തരമല്ലേടാ. നീ കേട്ടിട്ടില്ലേ ശത്രുവിന്റെ ശത്രു മിത്രമാണെന്ന്? നമുക്കൊരു മിത്രം വേണം. ആ മിത്രത്തെ നമ്മൾ നമ്മുടെ ശത്രുവിന് നേരെയുള്ള ആയുധവുമാക്കണം. അതിനാദ്യം വേണ്ടത് ഈ മിത്രത്തിന്റെ വീട്ടിലൊരു കുളം കലക്കലാണ്. എന്നിട്ട് വേണം ആ കലക്കവെള്ളത്തിൽ നിന്ന് നമുക്ക് മീൻ പിടിക്കാൻ. നീ അകത്ത് സേഫ് ആയിട്ടിരുന്നോ. ഇവിടത്തെ അംഗം 2 പെണ്ണുങ്ങൾ തമ്മിലാണ്. നിന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. രാജേശ്വരി പോയ ശേഷം ബാലചന്ദ്രൻ കരുതുകയാണ്, ഭഗവാനെ എന്താകുമോ എന്തോ. കഴിഞ്ഞ തവണ അളിയൻ ഇവിടെ വന്നപ്പോൾ കണ്ടതല്ലേ, ഇതിപ്പോൾ 2 പെണ്ണുങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഈ ഭൂഗോളം തന്നെ തവിടുപൊടിയാകാൻ ഇത് ധാരാളം മതി. ഏതായാലും
നമുക്ക് നമ്മുടെ തടി രക്ഷിച്ചു കളയാം, ഞാൻ ഈ നാട്ടുകാരനല്ലേ. അത്രയും പറഞ്ഞ് കാറിനകത്തേക്ക് കയറുകയാണ് ബാലചന്ദ്രൻ. രാജേശ്വരിയെ കണ്ട് രമണൻ പിള്ള ചോദിക്കുകയാണ്, ആരാണ്? സത്യഭാമ ഇല്ലേ ഇവിടെ എന്ന് ഒരു അഹങ്കാരത്തോടു കൂടി ചോദിക്കുകയാണ് രാജേശ്വരി. രാജേശ്വരിയുടെ ഭാവം കണ്ട് രാജേശ്വരി ഒന്ന് നോക്കിയ ശേഷം രമണൻ പിള്ള പറയുകയാണ്, ഉണ്ടല്ലോ. രമണൻ പിള്ളയെ വകവയ്ക്കാതെ അകത്തേക്ക് കയറാനൊരുങ്ങുന്ന രാജേശ്വരിയോട് രമണൻ പിള്ള പറയുകയാണ്, അതെ, സത്യഭാമ എന്നൊന്നും ഇവിടെ ആരും വിളിക്കാറില്ല. സത്യാമ്മ അങ്ങനെ വേണം പറയാൻ. ആണോ? അങ്ങനെയാണെങ്കിലേ ഉടയതമ്പുരാൻ മാനത്തു നിന്നും എഴുതുന്ന ഉടമ്പടിയൊന്നും അല്ലല്ലോ അങ്ങനെ വിളിക്കണമെന്ന്. താനാദ്യം അവരെ വിളിക്ക്, സത്യഭാമയെ. അത്രയും പറഞ്ഞ് അകത്തേക്ക് കയറുകയാണ് രാജേശ്വരി. അകത്ത് കയറിയ രാജേശ്വരി അവിടെ സെറ്റിയിൽ കാലുമേൽ കാൽ കയറ്റി വെച്ച് ഇരിക്കുകയാണ്. ഇത് കണ്ട് ആകെ ഒന്ന് അന്താളിക്കുകയാണ് രമണൻ പിള്ള. കാറിലിരിക്കുന്ന ബാലചന്ദ്രൻ വെളിയിലോട്ടൊക്കെ നോക്കിയിട്ട് പറയുകയാണ്, ദൈവമേ, ആ വിഷ്ണു എങ്ങാനും വരുമോ എന്തോ. അകത്തേക്ക് പോയ രമണൻ പിള്ള സത്യഭാമയും കൂട്ടി തിരികെ വരികയാണ്. രാജേശ്വരിയുടെ ആ ഇരിപ്പ് കണ്ട് വാതിൽക്കൽ തന്നെ നിന്ന് ഒന്ന് നോക്കുകയാണ് സത്യഭാമ. ആരാ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, നിങ്ങൾ ഇവിടെ നിന്നും വിരട്ടിവിട്ട ഒരാളുടെ ഭാര്യയാണ്. പേര് രാജേശ്വരി, രാജേശ്വരി ഗോപാലകൃഷ്ണൻ. ദേഷ്യഭാവത്തോടുകൂടി സത്യഭാമ പറയുകയാണ്, ഏത് ഗോപാലകൃഷ്ണന്റെ ഭാര്യയായാലും പുറത്തു പോയി നിൽക്കണം. ഇതേ സത്യഭാമയുടെ വീടാണ്. നിനക്ക് സ്ഥലം മാറിപ്പോയെന്ന് തോന്നുന്നു. ഒരു സ്ഥലവും മാറിയിട്ടില്ല. സാധാരണ ഒരു ജോലിക്ക് കാശ് കൊടുത്താൽ അതിനുശേഷം ആളെ വിലയ്ക്ക് വാങ്ങുന്ന ആളാണ് മുതലാളി. ആ ജോലി പൂർത്തിയാക്കുന്നത് വരെ രണ്ടാമത്തെ ആള് കൂലിക്കാരനാണ്. മുതലാളിയുടെ മുൻപിൽ താണുവണങ്ങി നിൽക്കണം. സത്യഭാമ ചോദിക്കുകയാണ്, മുതലാളിയോ? അതാരാണെന്ന് മനസ്സിലായില്ല. എഴുന്നേറ്റ ശേഷം രാജേശ്വരി പറയുകയാണ്, പറയാം. കുറച്ച് ഗുണ്ടാ പെണ്ണുങ്ങൾ കയ്യേറിയ വീടും സ്ഥലവും ഒഴിപ്പിക്കാൻ വേണ്ടി പണം നൽകിയ ഗോപാലകൃഷ്ണനെ ഓർമ്മയുണ്ടാകുമല്ലോ നിങ്ങൾക്ക്. ആ ഗോപാലകൃഷ്ണന്റെ ഭാര്യയാണ് ഞാൻ. രാജേശ്വരി എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് സത്യഭാമ പറയുകയാണ്, അത് ശരി. അപ്പോൾ അതാണ് കാര്യം. ഒഴിപ്പിക്കാമെന്ന് സത്യഭാമ പറഞ്ഞെങ്കിൽ അത് വാക്ക് നടന്നിരിക്കും. പക്ഷേ ഒഴിപ്പിക്കുന്ന സമയത്തിന് മുദ്രപത്രമൊന്നും എഴുതി കൊടുത്തിട്ടില്ല ഈ ഞാൻ. ഒരു ഗോപാലകൃഷ്ണനും എഴുതിയാലും ഇല്ലെങ്കിലും അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പുണ്ട് ഈ രാജേശ്വരിക്ക്. അതൊന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പടി കയറി വന്നത്. നിങ്ങളും കൂടി അറിഞ്ഞുകൊണ്ടാണോ ഇതൊക്കെ നടക്കുന്നത് എന്നറിയാൻ. ഓർമ്മ കാണും, ഇവിടെ വന്നപ്പോൾ നിങ്ങൾ ഗോപാലേട്ടനോട് പറഞ്ഞത് നിങ്ങളുടെ മകൻ വിഷ്ണു ആ സ്ഥലം ഒഴിപ്പിച്ചു തരുമെന്ന്. സത്യഭാമയുടെ ഒറ്റയാൾ പട്ടാളം. നിങ്ങളുടെ അതേ മകൻ വിഷ്ണു തന്നെയാണ് ആ ചായക്കടക്കാരിക്കും മക്കൾക്കും ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്റെ വീട്ടുപടിക്കൽ വന്നത്. വിഷ്ണുവെന്ന് സത്യഭാമ ചോദിക്കുകയാണ്. അതെ, അവരുടെ ദേഹത്ത് പൂഴിമണ്ണ് വീണാൽ അവന് പൊള്ളുമെന്ന്. അവരുടെ നേരെ ഒരു ചെറുവിരൽ അനക്കിയാൽ അവൻ ഗോപാലേട്ടന്റെ തലയെടുക്കുമെന്നും പറഞ്ഞു. ഏതായാലും നന്നായിട്ടുണ്ട് സത്യഭാമയെ, നന്നായിട്ടുണ്ട്. വീടിനും നാടിനും ഒരു നീതിയെന്ന് വീമ്പിളക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങളെ വിശ്വസിച്ച് ജോലി ഏൽപ്പിക്കുന്നവർ നാളെ ഈ പടിക്കൽ വന്ന് കാർക്കിച്ച് തുപ്പും. അതാണ് അവൻ ഇപ്പോഴീ കാണിച്ചിരിക്കുന്നത്. സത്യഭാമ ചോദിക്കാൻ, അവൻ അവൻ അങ്ങനെ ചെയ്തോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. രാജേശ്വരി പറയുകയാണ്, വിശ്വസിച്ചേ പറ്റൂ. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതല്ല, അതിനപ്പുറവും ചെയ്യും അവൻ. മതം പൊട്ടിയതുപോലെ കെട്ടിയൊരുങ്ങി നിൽക്കുവല്ലേ ആ ചായക്കടക്കാരന്റെ 3 പെൺമക്കൾ. അവൻ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അവർക്ക് വേണ്ടിയുള്ള വിടുപണിയാണ്. രാജേശ്വരി എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, ശബ്ദമുയർത്തിയിട്ട് കാര്യമില്ല സത്യഭാമേ. ഈ വിവരം ആരറിഞ്ഞാലും നാണക്കേട് നിങ്ങൾക്ക് തന്നെയാണ്, എനിക്കല്ല. 3 എണ്ണത്തിൽ ഒന്നിന്റെ ഒപ്പം മോൻ കറങ്ങി നടക്കുന്നത് അങ്ങാടിപ്പാട്ടാണ് ഇപ്പോൾ. ഇതൊക്കെ കേട്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് സത്യഭാമ. ഇനിയെങ്കിലും ഈ വീട്ടിൽ തന്നെ കുറ്റിയടിച്ചിരിക്കാതെ വല്ലപ്പോഴുമെങ്കിലും പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുക. അപ്പോഴറിയാം മകന്റെ മഹാത്മ്യം എന്താണെന്ന്. അല്ലെങ്കിൽ മകൻ ചിലപ്പോൾ ആ 7-ാം കിട ചായക്കടക്കാരിയുടെ മക്കളിൽ ഒന്നിനെയും തലയിൽ കയറ്റി വെച്ച് ഈ നടപ്പടി കയറി വരും. നിങ്ങളെ നശിപ്പിക്കാനെന്ന് എന്ന് വിരൽ ചൂണ്ടി സത്യഭാമയോട് പറയുകയാണ് രാജേശ്വരി. അതോർത്താൽ നിങ്ങൾക്ക് കൊള്ളാം. അത്ര തന്നെ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ് രാജേശ്വരി. പുറത്തേക്ക് പോകുന്ന രാജേശ്വരിയോട് സത്യഭാമ പറയുകയാണ്, രാജേശ്വരി നിൽക്ക്. സത്യഭാമയുടെ വാക്ക് ധിക്കരിച്ച് ഏതെങ്കിലും അലവലാതി പെണ്ണുങ്ങളുടെ കൂടെ ഊരു ചുറ്റുന്നുണ്ടെങ്കിൽ അത് എന്റെ മകനാകില്ല. മകനാണെന്നുള്ളത് സത്യഭാമ അങ്ങ് മറക്കും എന്നുള്ളത് ചുരുക്കം. ആ നിൽക്കുന്ന തെങ്ങ് കണ്ടോ? നീ പറഞ്ഞതുപോലെ ഏതെങ്കിലും വഴിപിഴച്ച ചായക്കടക്കാരിയും തലയിൽ താങ്ങി അവനിവിടെ വന്ന് കയറിയാൽ അതിന്റെ ചുവട്ടിലായിരിക്കും പിന്നെ അവന്റെ ഉറക്കം. ജീവനില്ലാതെ മൂടും ഞാൻ അവനെ. പിന്നെ സത്യഭാമയ്ക്ക് അങ്ങനെ ഒരു മകൻ ഇല്ല. ഒപ്പം ആ ചായക്കടക്കാരിയുടെ സർവനാശവും. കൊണ്ട് രാജേശ്വരി പറയുകയാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ചിലതറിഞ്ഞു വന്നു പറഞ്ഞു. ഇനിയെല്ലാം സത്യാമ്മ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഞാൻ പോണു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് രാജേശ്വരി. കാറിൽ കയറിയിരുന്ന ശേഷം ബാലചന്ദ്രനോട് രാജേശ്വരി പറയുകയാണ്, നീ വണ്ടിയെടുക്ക്. രാജേശ്വരി പോയ ശേഷം ആകെ കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുകയാണ് സത്യഭാമ.
നേരം ശാരദാമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയ വിഷ്ണു തിരിച്ച് കുടുംബശ്രീയിലെത്തുകയാണ്. ശാരദാമ്മയെ പതുക്കെ വണ്ടിയിൽ നിന്നും പിടിച്ചിറക്കുകയാണ് വിഷ്ണു. വിഷ്ണു ചോദിക്കുകയാണ്, വേദനയുണ്ടോ അമ്മേ? ഇല്ല മോനെ, ചെറിയൊരു നീറ്റലുണ്ട്. അതിന് പുരട്ടിയതല്ലേ ഉള്ളൂ, അതല്ലേ ഡോക്ടർ ഉടനെ പൊയ്ക്കോളാൻ പറഞ്ഞത്. ആ വീട്ടിലേക്കല്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അയ്യോ അല്ല, കടയിലാരും ഇല്ലല്ലോ. കുറച്ചു നേരം അങ്ങോട്ടിരിക്കാമെന്ന് പറയുമ്പോൾ ശാരദാമ്മയെ പിടിക്കുകയാണ് രാജിയും ശാന്തയും ശാരികയും ഒക്കെ. കടയിൽ വന്നിരുന്ന ശേഷം ശാരദാമ്മ പറയുകയാണ്, നിങ്ങളോട് എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് കേട്ട് വിഷ്ണു പറയണേ, ഏയ് എന്റെ അമ്മയ്ക്ക് ചെയ്യേണ്ടതല്ലേ ഞാനും ചെയ്തുള്ളൂ, പിന്നെ നന്ദി പറയണമെന്നില്ല. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോനെ എന്ന് പറയുകയാണ് ശാരദാമ്മ. അന്നേരം വിഷ്ണു കൊണ്ടുവന്ന കവർ എടുത്തിട്ട് രാജി ചോദിക്കുകയാണ്, അല്ല ഇത് നിങ്ങൾ കൊണ്ടുവന്നതല്ലേ, ഇഞ്ഞ് തന്നേക്കൂന്നും പറഞ്ഞ് അത് വാങ്ങുകയാണ് വിഷ്ണു. അതിനുശേഷം ശാരദാമ്മയോട് പറയുകയാണ്, ഇത് ശാരദാമ്മയ്ക്കുള്ളതാണ്, എന്റെ വക ചെറിയൊരു ഗിഫ്റ്റ്. അയ്യോ മോനെ, എനിക്കെന്തിനാ ഇതൊക്കെ? മറ്റൊന്നും വിചാരിക്കേണ്ട, ഇതെന്റെ ഒരു സമ്മാനമാണെന്ന് കരുതിയാൽ മതി. ഇത് ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ സഹോദരിയുടെ വിവാഹത്തിന് വേണ്ടി കൊടുക്കാൻ കരുതിയിരുന്നതാണ്. മുഹൂർത്തമൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോ അങ്ങോട്ട് പോകുന്നില്ല. പിന്നീട് വേറെ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം. തൽക്കാലം ഇതെന്റെ തൃപ്തിക്ക് ശാരദാമ്മയുടെ കയ്യിൽ ഇരിക്കട്ടെ. അന്നം ഊട്ടുന്ന ശാരദാമ്മയുടെ കൈകൾക്ക് അന്നം കഴിക്കുന്ന ഒരാളുടെ സമ്മാനം ദാ എന്ന് പറഞ്ഞ് സാരി കൊടുക്കുകയാണ് ശാരദാമ്മയ്ക്ക് വിഷ്ണു. അപ്പോ ശരിയെന്നും പറഞ്ഞ് വിഷ്ണുവും കമലനും അവിടെ നിന്നും ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് സത്യഭാമയാണ്. സത്യഭാമ രാജേശ്വരി വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ആലോചിച്ചിരിക്കുകയാണ്. നേരം വിഷ്ണുവിനെ പ്രീതി വിളിക്കുകയാണ്. പ്രീതി പറയുകയാണ്, അയ്യോ ഏട്ടാ, അബദ്ധം പറ്റിയല്ലോ, ആ സാരി ഇപ്പോൾ അമ്മയ്ക്ക് വേണമെന്ന്. ഫോൺ കട്ട് ചെയ്ത വിഷ്ണു എന്താ ചെയ്യും എന്നറിയാതെ ആലോചിച്ച് വണ്ടി ഓടിക്കുക തന്നെയാണ്. സെറ്റിൽ തന്നെ ആലോചിച്ച് കണ്ണടച്ചിരിക്കുകയാണ് സത്യഭാമ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.